ഓക്കെ, നമ്മുടെ ഏഴാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. നമ്മൾ PM എന്ന് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ നമ്മുടെ അണ്ടർ വെയിറ്റ്, അതായത് കൊച്ചുങ്ങൾക്ക് എന്തില്ല, വെയിറ്റ് ഇല്ല, അതിന്റെ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ കൊച്ചിനുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു മെത്തേഡാണ് കുട്ടികളുടെ ആം സർക്കംഫറൻസ് നോക്കുക. അതായത് നമ്മുടെ അപ്പർ ആമില്ലേ, അപ്പർ ആമിന്റെ സർക്കംഫറൻസ് എടുത്തു നോക്കും. ഓക്കെ, ചുറ്റളവ് എടുത്തു നോക്കും. അപ്പോ അത് 13.5 സെന്റിമീറ്റർ കൂടുതലാണെങ്കിൽ ആ കുട്ടിയുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് സാറ്റിസ്ഫാക്ടറി, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊച്ചാ. ഇനി അതിന്റെ ആം സർക്കംഫറൻസ് 12.5-നും 13.5 സെന്റിമീറ്ററിനും ഇടയിലാണെങ്കിൽ അതിനൊരു ചെറിയ മാൽന്യൂട്രീഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി അതിന്റെ ആം സർക്കംഫറൻസ് 12.5 സെന്റിമീറ്റർ കുറവാണെങ്കിലോ അതിന് സിവിയർ ആയിട്ട് എന്തുണ്ട്, മാൽന്യൂട്രീഷൻ ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറിനെ കാണേണ്ടുന്ന കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ പറയുമ്പോൾ പണ്ടുതൊട്ടേ കേട്ടിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് ആണ് ഇത്, കോഷിയോക്കറും മരാസ്മസും. എന്തൊക്കെയാണ്? കോഷിയോക്കർ ആൻഡ് marasmus. Okay, these are the two different forms of protein and energy malnutrition. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് കുറയുന്നതും അതുമൂലം അതിലുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ് ബോഡിയിൽ കിട്ടാത്ത, നമുക്കറിയാം പ്രോട്ടീന്റെ സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ആവശ്യത്തിന് അമിനോ ആസിഡ് ഇല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അതുവഴി ഉണ്ടാകുന്ന രണ്ട് കണ്ടീഷനാണ് കോഷിയോക്കറും മരാസ്മസും. ഓക്കെ, അപ്പൊ കോഷിയോക്കറിന്റെ പ്രധാനപ്പെട്ട ഒരു സിംറ്റം എന്ന് പറയുന്നത് നീര് വന്നിരിക്കും. അതായത് ഈ കൊച്ചുങ്ങളെ കണ്ടറിയാം, ആക്ച്വലി അതിന്റെ തടിയല്ല, അത് നീര് വന്നാണ് ഇരിക്കുന്നത്. ഓക്കെ, നീര് വന്ന ഒരു അപ്പിയറൻസ്, എല്ലായിടവും വീങ്ങി വീങ്ങി ഇരിക്കും. ഓക്കെ, പിന്നെന്താ, വേസ്റ്റിംഗ്, മെലിഞ്ഞിരിക്കും. ലിവർ എൻലാർജ്മെന്റ്, ചില കൊച്ചുങ്ങളൊക്കെ വയറ് ചാടിയിരിക്കുന്ന കൊച്ചുങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? നൈജീരിയയിലൊക്കെ ഉള്ള കുട്ടികളെ കണ്ടിട്ടില്ലേ? അവര് ഈ ഒരു ടൈപ്പാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈപ്പോ ആൽബുമിനീമിയ, അതായത് ബ്ലഡിലെ ആൽബുമിന്റെ അളവ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, പിന്നെ സ്റ്റിയോട്ടോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഡീപിഗ്മെന്റേഷൻ ഓഫ് സ്കിൻ ആൻഡ് ഹെയർ, നമ്മുടെ സ്കിന്നിന്റെയും ഹെയറിന്റെയും കളറൊക്കെ എന്ത് ചെയ്യും, നശിക്കും. അങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ മുടിയൊക്കെ ഒരു ചെമ്പ് കളറിലായിരിക്കും ഇരിക്കുന്നത്. കാരണം എന്തില്ല, അവിടെ പിഗ്മെന്റ് ഇല്ല. ഓക്കെ, ഇനി മരാസ്മസ് ആണെങ്കിൽ അവിടെ അവിടെ നീരില്ല. ഓക്കെ, കോഷിയോക്കറും മരാസ്മസും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു ഇതെന്ന് പറയുന്നത്, നീരുണ്ടെങ്കിൽ അത് കോഷിയോക്കർ, നീരില്ലെങ്കിൽ മരാസ്മസ്. ഈ മരാസ്മസ് വന്ന കൊച്ചുങ്ങൾക്ക് നീരില്ല, അപ്പൊ നമുക്ക് കാണുമ്പോ തന്നെ മെലിഞ്ഞൊട്ടിയിരിക്കുന്ന കൊച്ചുങ്ങളായിരിക്കും. അവർക്ക് സിവിയർ ആയിട്ട് വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കും, വേസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, കൊഴുപ്പൊന്നും അവരുടെ ശരീരത്തിൽ കാണത്തേ ഇല്ല. അതുപോലെ തന്നെ മസിലൊക്കെ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നവരായിരിക്കും ആര്, മരാസ്മസ് വന്ന കുട്ടികൾ. ഓക്കെ, ഇനി ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതായത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനെ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഒന്നാമത്തത് ഹെൽത്ത് പ്രൊമോഷൻ. നമ്മൾ ആൾക്കാരുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക. എങ്ങനെയൊക്കെ കൊടുക്കാം? പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് വുമന് നമുക്ക് ഒരു അവബോധം സൃഷ്ടിക്കാം. കുട്ടികൾക്ക് ഇന്ന കാര്യങ്ങൾ കൊടുക്കണം, നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഇന്നതൊക്കെ കഴിക്കണം, എങ്കിലേ കുട്ടിക്കും അതിൻ്റെതായിട്ടുള്ള ന്യൂട്രീഷനൊക്കെ കിട്ടൂ എന്നൊരു അവബോധം കൊടുക്കാം. രണ്ടാമത് ബ്രസ്റ്റ് ഫീഡിങ്. ഓക്കെ, ഒരു 6 മാസത്തോളം കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ചെയ്യാവൂ, വേറൊന്നും കൊടുക്കാൻ പാടില്ല. ഓക്കെ, അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ ലോ കോസ്റ്റ് വീനിങ് ഫുഡ്. വീനിങ് ഫുഡ്, അതായത് നമ്മൾ 6 മാസം കഴിഞ്ഞ് കുട്ടികൾക്ക് കുറുക്ക് പോലുള്ള സാധനങ്ങൾ കൊടുക്കത്തില്ലേ, അതാണ് വീനിങ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോ അത് കുറഞ്ഞ ചെലവില്, ഇപ്പൊ പാവപ്പെട്ട ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അത് വാങ്ങാൻ പറ്റത്തില്ല. അപ്പൊ കുറഞ്ഞ ചെലവില് നമുക്ക് അങ്ങനെയുള്ള വീനിങ് ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഡയറ്റ് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഒരു പൂവർ ഫാമിലി ആണെങ്കിൽ അവിടുത്തെ ഡയറ്റും അത്രത്തോളം കാണത്തുള്ളൂ. അവിടെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവരുടെ ഫാമിലി ഡയറ്റ് ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഓക്കെ, ചുമ്മാ വാരി വലിച്ച് തിന്നാതെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ട്
പറയാ. വെറുതെ ചോറ് മാത്രം കഴിക്കരുത് എന്നൊരു അവബോധം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഹോം എക്കണോമിക്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വീടിന്റെ ആ ഒരു വരുമാനം, അതും നമ്മുടെ ന്യൂട്രീഷനുമായിട്ട് വളരെ വളരെ ബന്ധമുണ്ട്. ഓക്കെ, നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കുട്ടികൾ എന്താ, അവർക്ക് എല്ലാ ന്യൂട്രിയൻസും കിട്ടി അവര് ഭയങ്കര ഹെൽത്തി ആയിട്ട് വളരുകയും പാവപ്പെട്ടവന്റെ കുട്ടികൾ എന്ത് ചെയ്യും, അങ്ങനെ വളരുകയും ചെയ്യും. അപ്പോൾ ഈ എക്കണോമിക്സ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അവബോധം ഒരു ഹെൽത്ത് വർക്കർ എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഫാമിലി പ്ലാനിങ് ആൻഡ് സ്പേസിങ് ഓഫ് ബർത്ത്. നമുക്ക് തന്നെ അറിയാം അല്ലേ, ഒരുപാട് കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ ആ കുട്ടികൾക്ക് എല്ലാം നമ്മൾ എന്ത് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, എഡ്യൂക്കേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്ത് ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കൊടുക്കാം. ഒരുപാട് കുട്ടികളായി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതുപോലെ എല്ലാവരുടെയും ന്യൂട്രീഷൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫാമിലി പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തത് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. അതായത് നമ്മുടെ ഈ കുട്ടി കഴിക്കുന്ന ഫുഡില് പ്രോട്ടീനും എനർജിയും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്താ, മിൽക്ക്, എഗ്ഗ്, ഫ്രഷ് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇതൊക്കെ ആ കുട്ടി കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതാണ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാം. ഓക്കെ, ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത് വഴി നമുക്ക് എങ്ങനെ പ്രോട്ടീൻ, എനർജി, മാൽ ന്യൂട്രീഷൻ തടയാം? എങ്ങനെയാ? എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യത്തില്ല, ഒന്നും കഴിക്കത്തില്ല. അതുവഴി അവർക്ക് എന്ത് ചെയ്യാം, ഈ PEM വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇമ്മ്യൂണൈസേഷൻ നൽകുന്നതിലൂടെ ആ അസുഖം വരാതിരിക്കുകയും അതുവഴി എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻ കിട്ടുകയും ചെയ്യും. പിന്നെ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. ഓക്കെ, വൈറ്റമിൻ എ പോലുള്ള വൈറ്റമിൻസ് ഒക്കെ നമ്മൾ ഫോർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോർട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുഡിൽ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കൊടുക്കാം, മൂന്നാമത്തെ മെത്തേഡാണ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റിൽ നമ്മൾ ഈ കുട്ടികളെ പീരിയോഡിക് ആയിട്ട് സർവൈലൻസ് നിരീക്ഷിക്കുക. എന്നിട്ട് കുട്ടികളുടെ ഗ്രോത്തിൽ എന്തെങ്കിലും ലാഗ് ഉണ്ടോ എന്ന് ഏർലി ഡയഗ്നോസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഡയറിയ പോലുള്ള ഡിസീസോ കുട്ടികൾക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റീഹൈഡ്രേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. അതായത് കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് വയറ്റിളക്ക രോഗങ്ങൾ. ഓക്കെ, അപ്പൊ അതിന് നമ്മുടെ ORT, ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി പോലുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ സപ്ലിമെന്ററി ഫീഡിങ് പ്രോഗ്രാംസ്, എപ്പിഡെമിക്സ്, അതായത് എന്തെങ്കിലും എപ്പിഡെമിക്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കൊറോണ അതൊക്കെ വന്ന സമയത്ത് എന്താ, നമുക്ക് ഫുഡിനൊക്കെ ചെറിയ തോതിൽ ഒരു ദൗർലഭ്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് സപ്ലിമെന്ററി ഫീഡിങ് പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. പിന്നെ എന്താണ്, ഹെവിലി ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള, അതായത് ഈ വേംസിന്റെ ഒക്കെ, ഹുക്ക് വേം പോലുള്ള വേംസ് ഇൻഫെസ്റ്റ് ചെയ്ത കുട്ടികളാണെങ്കിൽ അവരെ എന്ത് ചെയ്യുക, ഡീവേമിങ് നടത്തുക. ആൽബെൻഡസോൾ ഗുളികയൊക്കെ കൊടുത്ത് ഡീവേമിങ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡാണ് റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രീഷണൽ റീഹാബിലിറ്റേഷൻ നടത്താം, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഫോളോ അപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് റീഹാബിലിറ്റേഷനിൽ വരുന്നത്.